ഹായ് ഹലോ നമ്മൾ എക്യുപ്മെൻറ്റ് സീരീസിലെ 5ാമത്തെ വീഡിയോ ആണ് സാൻഡിങ് മെഷീൻ. സാൻഡിങ് മെഷീൻ എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ പേര്. നമ്മളിവിടെ കോമൺ ആയിട്ട് പറയുന്നത് സാൻഡർ എന്നാണ് ഇത് പറയുന്നത്. സാൻഡറും അതിൻ്റെ ഉപയോഗിക്കുന്ന പേപ്പറുകളുമാണ് ഇരിക്കുന്നത്. നമ്മൾ ഇനി സാൻഡിങ് മെഷീൻ ആദ്യം ഇതിൻ്റെ കമ്പനികളും കാര്യങ്ങളും പരിചയപ്പെടാം. നമ്മൾ പണ്ട് തൊട്ടേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. നമ്മൾ ആ ജിക്സോടെ പറഞ്ഞ അതേ കമ്പനിയിലുള്ള ഡിവാൾട്ട് എന്ന് പറഞ്ഞ കമ്പനിയുടെ സാൻഡറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ വേറെ ഒരു ബ്രാൻഡിൻ്റെ സാൻഡർ ഇതുവരെ മാറി ഉപയോഗിച്ചിട്ടില്ല. കാരണം ഡിവാൾട്ടിൻ്റെ സാൻഡർ ഭയങ്കര റിലയബിളുമാണ്. നമുക്ക് ഇത്ര നാൾ ഉപയോഗിച്ചിട്ടും നമുക്കൊരു യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളും ഇതിൽ നിന്ന് വന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ പുതിയ ഒരെണ്ണം ചുമ്മാ ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കിയതാണ്. എക്സ്ട്രീം പവർ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നമ്മളൊന്ന് ജസ്റ്റ് ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ മേടിച്ച് നോക്കിയതാണ് ഇത് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. എന്നാൽ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഡിവാൾട്ടിൻ്റെ സാൻഡറാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് സാൻഡറിൻ്റെ ഡിസ്കും പേപ്പറും പരിചയപ്പെടാം. നമുക്ക് 2 ടൈപ്പിലുള്ള ഡിസ്ക്കാണ് വരുന്നത്. ഒന്ന് നോർമൽ ടൈപ്പ് പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു നട്ടിട്ട് മുറുക്കുന്ന ടൈപ്പ് ഡിസ്ക്കാണ് ഒരെണ്ണം വരുന്നത്. നമുക്ക് പ്രസ്സിങ് ടൈപ്പാണ് വരുന്നത്. ആയി നമുക്ക് പേപ്പർ ഇട്ട് മുറുക്കണം എന്ന് പരിചയപ്പെടാം. ഇത് നോർമൽ പ്ലെയിൻ ചെയ്ത തടികളൊക്കെ കറക്റ്റായിട്ട് ഫിനിഷിങ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആദ്യം കുറച്ച് അതിൻ്റെ ഗ്രെയിൻസ് കൂടിയതുള്ളതിട്ട് നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡിസ്ക് ഉപയോഗിക്കുന്നത്. ഈ ഡിസ്കിൻ്റെ പുറകിൽ നമുക്ക് അതിൻ്റെ എഴുതിയിട്ടുണ്ട്. ഇതിപ്പോൾ 36ൻ്റെ ഡിസ്ക്കാണ് വരുന്നത്. നമ്മൾ ഈ ഇതിൽ എഴുതിയേക്കുന്നത് വെച്ച് ഇതിൻ്റെ ഗ്രെയിൻസിന് മാറ്റം ഉണ്ടാകും. നമ്പർ കൂടും തോറും ഗ്രെയിൻസ് കുറഞ്ഞു, നമ്പർ കുറയും തോറും ഗ്രെയിൻസ് കൂടിയ ടൈപ്പാണ് വരുന്നത്. ഇതിപ്പോൾ 36ൻ്റെ ഡിസ്ക്കാണ്. ഇതാണ് നല്ല ഗ്രെയിൻസ് ഉണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് വല്ല പ്ലെയിൻ ചെയ്യാൻ ഇല്ലാത്ത സമയത്തൊക്കെ പെട്ടെന്ന് നമുക്ക് തടി ഒന്ന് മിനുക്കി എടുക്കണമെങ്കിൽ ഇതിട്ട് മിനുക്കി എടുക്കാം. പെട്ടെന്ന് നമ്മൾ മില്ലിൽ പോയി അറുത്തിരിക്കുന്ന ആ ഗ്രെയിൻസ് പെട്ടെന്ന് തടിയിൽ നിന്ന് മാറി കിട്ടും ഇതിട്ട് പിടിച്ചാൽ. ഇനി നമുക്ക് അടുത്തത് പ്രസ്സിങ് ടൈപ്പ് പരിചയപ്പെടാം. ഇത് നമ്മൾ കോമൺ ആയി എപ്പോഴും ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ കഥകളോ കാര്യങ്ങളൊക്കെ വർക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു മിനിസത്തിന് വേണ്ടി നമ്മൾ പോളിഷ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു മിനിസത്തിന് വേണ്ടി പിടിക്കുന്നതാണ് ഈ പേപ്പർ. ഇതെന്ന് വെച്ചാൽ നല്ല സ്മൂത്ത് ആയി ഇതിട്ട് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ലാസ്റ്റ് ഫിനിഷ് നല്ല മിനുസപ്പെടുത്തി നമുക്ക് ഇത് കിട്ടും. ഇത് നമുക്ക് പ്രസ്സിങ് ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാനും ഫിക്സ് ചെയ്യാനും ഇത് പറ്റും. തടി മിനുക്കണം കൂടാതെ നമുക്ക് സാൻഡറിൽ ഉപയോഗിക്കാൻ പറ്റിയ 4 ബ്ലേഡുകളാണ് ഈ കാണുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ രീതിയിലുള്ള ടൈല് കാര്യങ്ങൾ മാർബിളൊക്കെ കട്ട് ചെയ്യാൻ പറ്റിയ നോർമൽ ആയിട്ടുള്ള ഒരു ബ്ലേഡാണ്. ചെറിയ കട്ടിങ്ങുകൾക്കാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡ്രില്ലിലൊക്കെ ഇടുന്ന ബിറ്റുകൾ അതിൻ്റെ എഡ്ജ് മൂർച്ച കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. റൂട്ടറിലും ഡ്രില്ലൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ മൂർച്ച കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. രണ്ടാമത്തെ ഒരു മെറ്റൽ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണിത്. ഇത് നമുക്ക് ചെറിയ കാര്യങ്ങൾക്കൊക്കെ ചെറിയ കമ്പികൾ കട്ട് ചെയ്യാൻ വേണ്ടിയാണ് മൂന്നാമത് ഉപയോഗിക്കുന്നത്. 4ാമത് ഉപയോഗിക്കുന്നതാണ് ഈ മരം കട്ട് ചെയ്യണത്. പക്ഷേ നമ്മൾ ഉപയോഗിക്കരുത്. കാരണം ഇത് ഭയങ്കര ഡേഞ്ചറാണ്. നമുക്ക് ഹാൻഡ് കട്ടർ ഉപയോഗിക്കുന്നത് പോലെ സാൻഡറിൽ ഇതിട്ട് ഉപയോഗിച്ചാൽ ഇത് റിട്ടേൺ വരാനും കൂടുതലായിട്ടുള്ള അപകടങ്ങൾ വരാനും ഇതുകൊണ്ട് വരാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരും ഇതിട്ട് നമ്മൾ സാൻഡറിൽ ഇട്ട് പിടിക്കരുതെന്നാണ് പറയുന്നത്. നമ്മൾ ഈ ബാക്കി 4 ബ്ലേഡുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഈ സാൻഡറിൽ വരുന്ന പ്രൊട്ടക്ഷൻ ഗാർഡും അതുപോലെ തന്നെ ഈ ഹാൻഡിലും. ഇത് രണ്ടും നമുക്ക് ഈ ഗാർഡ് എങ്ങനെ പിടിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ സാൻഡറിൻ്റെ ഡിസ്ക് ഊരിയിട്ട് അതിനകത്ത് ഇതിങ്ങനെ കയറ്റി വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു കവറായിട്ടിരിക്കും. അതായത് നമ്മുടെ ഈ ഡിസ്കുകൾ എപ്പോഴെങ്കിലും പൊട്ടിപ്പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗാർഡെ തട്ടി നമ്മുടെ മേത്തേട്ട് വരാതെ തിരിച്ച് റിട്ടേൺ പൊക്കോളും. അതുപോലെ തന്നെ വരുന്ന ഒരു സാധനമാണ് ഈ ഹാൻഡിൽ നമുക്ക് ഇവിടെ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ഇതുവരെ പിടിച്ച് കയറ്റാൻ പറ്റും. ഓക്കെ, ഈ ഹാൻഡിലുള്ളപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ലോഡ് വരുന്ന സമയത്ത് നമുക്ക് ഇത് ഇങ്ങനെ പിടിച്ച് കട്ട് ചെയ്യാനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത്. അതുപോലെ തന്നെ മിനുക്കാൻ നേരത്ത് നല്ല ഗ്രെയിൻസ് കൂടുതലുള്ള തടികൾ മിനുക്കാൻ നേരത്ത് നമ്മൾ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ഇത് മിനുക്കാൻ സാധിക്കും. നമ്മൾ സാധാരണ ഇത് എക്സ്പീരിയൻസ് ഉള്ളവരൊന്നും ഇത് യൂസ് ചെയ്യാറില്ല നമുക്ക്. എന്നാലും നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടി എപ്പോഴും ഇത് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി സാൻഡറിൽ എങ്ങനെയാണ് ഡിസ്ക് ഊരുന്നത് ഇടുന്നതും കാണാം. നമുക്ക് ഓൾറെഡി ഇവിടെ ഒരു സാൻഡറിൻ്റെ മെഷീൻ തന്നെ ഇവിടെ ലോക്കിംഗ് ബട്ടൺ ഉണ്ട്. ഈ ലോക്കിംഗ് ബട്ടൺ ഞെക്കി കഴിഞ്ഞിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിന്നെ റൊട്ടേറ്റ് ആവത്തില്ല. അപ്പോൾ ഇത് റൊട്ടേറ്റ് ഇങ്ങനെ ഞെക്കി പിടിച്ചുകൊണ്ട് ഇതാണ് ഇതിൻ്റെ ടൂൾ. ഇതിങ്ങനെ കയറ്റി വെച്ചിട്ട് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ ഇത് ഊരി വരും. പക്ഷേ നമ്മൾ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ വഴി ഇത് യൂസ് ചെയ്യാറില്ല. ഇതിങ്ങനെ ഞെക്കി പിടിച്ചിട്ട് നമ്മളെ കൈ കൊണ്ട് തന്നെ ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ തന്നെ ഊരി വരും. ഊരി കഴിഞ്ഞതിന് ശേഷം ഇതാണ് അതിൻ്റെ നട്ട് ലോക്ക് വരുന്നത്. ഇതാണ് അതിൻ്റെ പേപ്പറുകൾ. ഇത് എൻ്റെ ഡിസ്കുമാണ്. ഈ നമുക്ക് ഇടുന്നതും ഇതേപോലെ തന്നെയാണ് ഇത് കയറ്റി വയ്ക്കുക. അതുപോലെ തന്നെ ഈ നട്ടെടുത്ത് ലോക്ക് ചെയ്യുക. താഴെ കൈ പിടിച്ചേക്കണം. അത് കഴിഞ്ഞിട്ട് കയറ്റിയിട്ട് കറക്കിയിട്ട് നമ്മൾ ടൈറ്റ് ലോക്ക് ചെയ്യുക. കൂടാതെ ഈ ടൂളും വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്യണം. നമ്മളിനി ഇങ്ങനെയുള്ള ബ്ലേഡുകൾ ഇടുമ്പോൾ നമ്മൾ ഈ ലോക്കല്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ലോക്കുകളാണ് ഇത് 2 ആദ്യം നമ്മൾ ഇതിൻ്റെ ഈ ഒരു എഡ്ജ് ഉണ്ട്, ഈ ഒരു തള്ളി നിൽക്കുന്ന എഡ്ജ് ഉണ്ട്. അത് ആദ്യം മുകളിലോട്ട് വരുന്ന രീതിയിൽ നമ്മൾ ആദ്യം ഇതിനകത്ത് സെറ്റ് ചെയ്യണം. അത് ഫുള്ള് ടൈറ്റ് ചെയ്തിട്ട് ഈ ബ്ലേഡ് നമ്മൾ ഇറക്കി ഇതിനകത്ത് വെട്ടുമ്പോൾ ആ പൊങ്ങി നിൽക്കുന്ന എഡ്ജും
ഈ പേറ്റും തമ്മിൽ കറക്റ്റ് വെട്ടിൽ വീണ് കിടക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഈ പരന്ന ഭാഗമുണ്ട്, ഈ പരന്ന ഭാഗം താഴത്തേക്ക് ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് ഇത് ലോക്കായിട്ട്. നമ്മൾ ഈ മെഷീനെല്ലാം യൂസ് ചെയ്യുമ്പോൾ മെറ്റൽ കട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ അതിൻ്റെ പൊടികൾ വരികയും അതുപോലെ തന്നെ വുഡ് മിനുക്കുകയാണെങ്കിലും അതിൻ്റെ പൊടികളും നമ്മുടെ മേത്തേട്ട് അടിക്കാൻ. അതുകൊണ്ട് നമ്മൾ ഇത് എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഗ്ലൗസ് അതുപോലെ തന്നെ മാസ്ക്, ഗൂഗിൾസ് നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ്. നമ്മൾ ഈ സാൻഡർ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കേബിൾ നമ്മൾ കറക്റ്റായിട്ട് ഇതിൽ ചുറ്റി തന്നെ വെക്കണം. അത് നമ്മളിവിടെ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ ചുറ്റി കഴിഞ്ഞാൽ അവസാനം നമുക്ക് ബാക്കി വരുന്നത് ഈ അവസാനത്തെ എഡ്ജിൽ കയറ്റി ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഇത് അഴിഞ്ഞു ഒന്നുമില്ല, നമ്മൾ എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകാൻ ചെയ്യും. സാൻഡറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു എക്യുപ്മെൻ്റായിട്ട് കാണാം. ബൈ.